അംഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ സതീശനും പ്രതിപക്ഷ കസേരയിൽ പിണറായിയും ഇരിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് പിണറായി വിജയനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങും വഴി മാധ്യമങ്ങളെ കണ്ട വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരത്തെ തന്റെ വസതിയിൽ നിന്നും പുറപ്പെടുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. പക്ഷേ അതൊരു സാധാരണ വാർത്താ സമ്മേളനം ആയിരുന്നില്ല. മറിച്ച് ഈ നാടിന്റെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ താക്കീതായിരുന്നു. പ്രതിപക്ഷ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ നിയമസഭയിൽ വാക്പോരുകൾ മുറുകുമെന്ന് ഉറപ്പാണ്. എന്നാൽ അധികാര കൈമാറ്റത്തിന്റെ ഈ വേളയിൽ സതീശൻ പുലർത്തിയ രാഷ്ട്രീയ മര്യാദ എടുത്തു പറയേണ്ടതുമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായിട്ട് പിണറായി വിജയനെ നേരിൽ കണ്ട് സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നത് ജനാധിപത്യത്തിലെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് നിയുക്ത മുഖ്യമന്ത്രി നേരിടുന്നത്. മുസ്ലിം ലീഗിനെ വഴങ്ങിയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയതെന്ന ബി.ജെ.പിയുടെ ആരോപണങ്ങളെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത്. കേരളം ഒരു മതേതര സംസ്ഥാനമാണെന്നും ഇവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങളെ വർഗീയ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. താൻ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യപ്രകാരമല്ല, മറിച്ച് കേരളത്തിന്റെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് ഈ സ്ഥാനത്തെത്തിയതെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. മതേതരത്വം എന്നത് കേവലം ഒരു വാക്കല്ല, മറിച്ച് ഈ നാടിന്റെ ജീവവായുവാണെന്ന് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി. മതേതര പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ വഴിമരുന്നിടുന്നത് തീവ്രവാദ നിലപാടുകൾ കാണുന്ന വലിയൊരു രാഷ്ട്രീയ സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. മുസ്ലിം ലീഗ് പോലെയുള്ള ജനാധിപത്യ മതേതര പാർട്ടികൾ ദുർബലമായാൽ ആ ഇടം വർഗീയ ശക്തികൾ കൈക്കലാക്കുമെന്ന് അദ്ദേഹത്തിന്റെ താക്കീത് കേരളം ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യേണ്ടത്. വിദ്വേഷം പടർത്തുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല എന്നും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വികസനത്തിനൊപ്പം തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പാണ് സതീശൻ നൽകുന്നത്. അധികാരം എന്നത് ആധിപത്യം സ്ഥാപിക്കാനല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളതാണ് എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉടനീളം നിഴലിക്കുന്നുണ്ട്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ തകർത്തെറിഞ്ഞ് ഒരുമിച്ച് മുന്നേറാനുള്ള ആഹ്വാനത്തോടെയാണ് അദ്ദേഹം ഭരണസിരാ കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചത്. മതേതര കേരളത്തിന്റെ കാവലാളാകാൻ താൻ സജ്ജനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുമ്പോൾ അത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കം കൂടിയാവുകയാണ്. പിണറായി മുട്ടുകുത്തിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ഇനി സഭ കാണാനിരിക്കുന്നേയുള്ളൂ എന്ന പ്രതീക്ഷ കൂടി ഈ പുതിയ അംഗം നമ്മൾക്ക് തരികയാണ്. സതീശന്റെ വീഡിയോ ചേർക്കുന്നു, കാണാം. അല്ല, ഉറപ്പായിട്ടല്ലേ നല്ല ടീം ഉണ്ടാവും. നല്ല ടീം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. That we are discussing the impact of the increase in the petroleum products, price of the petroleum products are discussing, and we are assessing the impact on the public. Then we will check, then we will take a decision on that. Definitely, നല്ല ടീമാണ്. നോക്കാം നമുക്ക്. അവരുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് തന്നെയല്ലേ. അവര് UDFന്റെ കൂടെയുള്ള കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഈ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു കക്ഷിയാണ്. അവർ ഞങ്ങളുടെ കൂടെ കെ കരുണാകരൻ്റെ കാലത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അന്നു മുതൽ. അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് എനിക്കുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? വർഗീയ ശക്തികൾ കൊണ്ടുപോകും. അതിനെ തടുത്തു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ലീഗിനെ എതിർക്കുന്നവർ അത് മനസ്സിലാക്കണം. അതൊന്നും വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിനും മതേതര നിലപാടിനും ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. അല്ല, അവരത് പറയരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. എന്നെ വ്യക്തിപരമായി പറഞ്ഞു. വ്യക്തിപരമായി എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു. എന്നോട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, അനിഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമില്ലായിരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാം. പക്ഷേ വർഗീയത പറയരുത്.
അല്ല, BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്? നിങ്ങൾ എത്ര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്ക് വയ്ക്കുമ്പോഴുള്ള ഒരു തള്ളലല്ലാതെ ഭയങ്കര സ്നേഹബന്ധവും ഹൃദയബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. അതിലൊരു ഭിന്നിപ്പുണ്ടായാലും ഒന്ന് സങ്കല്പിച്ച് നോക്ക്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതൊന്നും സമ്മതിക്കില്ല കേരളത്തിൽ. നമ്മൾ പറയില്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഈ രാജ്യത്തോടുള്ള കേരളത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടേതും മതേതര കേരളമാണെന്ന്. അതേപോലെ ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല. ഒരു പോറൽ വീഴ്ത്താൻ